എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഉറച്ചു നിൽക്കുന്നു. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട്. പേഴ്സണൽ റിവെഞ്ച് തന്നെയാണ് ഇതിന് കാരണം. കാശ് ഇന്ന് വരും നാളെ പോകും. നമ്മൾ തമ്മിലുള്ള ബന്ധമല്ലയോ വലുത് സുശീല. ദിയ നമ്മളെങ്ങനെ ദിയക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. നല്ല നാടകത്തോളം അവാർഡ് നമുക്കാണ്. അതിന് തെളിവില്ലല്ലോ. 69 ലക്ഷം നമ്മളെ എടുത്തെന്ന് തെളിവില്ലല്ലോ. അങ്ങനെ എടുത്തെങ്കിൽ അവർ ഞങ്ങളുടെ ക്യാഷ് ആയിട്ട് മേടിച്ചില്ല എന്ന് അവർക്ക് എന്താണ് തെളിവുള്ളത്? അപ്പൊ അതിപ്പോ അന്വേഷിക്കണ്ടേ? ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. ഞങ്ങളുടെ ഓരോ വീഡിയോസ് ഓരോ ആംഗിളിൽ നിന്ന് 5 പേര് 5 വ്ളോഗ് എടുക്കുവാണ് നാളത്തെ യൂട്യൂബിലെ ട്രെൻഡിങ് ആയിട്ട്. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പം. പിന്നെ നമ്മൾ എന്തായാലും പേടിക്കും. നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്ക് വീഡിയോ ഒന്നും ഇട്ട് റീച്ച് ചെയ്യാനുള്ള ടൈം ഇല്ല. അന്ന് 3 പേരെ വിളിച്ചത്, ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ. അവരെല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ഭീഷണിപ്പെടുന്നുണ്ടായിരുന്നു, അടിക്കാൻ വരുന്നുണ്ടായിരുന്നു. തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. എന്താണ് എനിക്ക് നീതി വേണം യൂറോണ്. ഇത്രയും തോന്നിയ ദിവസം കാണിച്ചിട്ട് കുമാർ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ച് നന്നായിട്ട് ചീത്ത വിളിച്ചു ഞങ്ങളെ. ഞാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിടിച്ചുകൊണ്ട് ബലകരമായിട്ട് പോകുന്ന തട്ടിക്കൊണ്ട് പോകുന്ന തന്നെയാണ്. ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. On their bank account and details before they go. നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവും. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം വെച്ചത്, ആ ടൈം ലൈൻ അഭിനേതയ്ക്ക് അറിയില്ല. പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയിട്ട് നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലേ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഇതെപ്പോഴും അവസാനമായിട്ട് അതറിയില്ല. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടുതലെല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. നിങ്ങളിങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ അധികം പാപം കളിക്കില്ലേ. ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കൈനീട്ട് നടക്കല്ല വേണ്ടത്, അധ്വാനിക്കണം. രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, കൂലി വരെ ചെയ്തുകൂടെ? നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? നിന്റെ തെറി വിളിച്ച് കൊണ്ടാടുമ്പോ അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും. അപ്പൊ നമുക്ക് മുങ്ങാം.